Good morning, my dear students. Draughtsman കോഴ്സിൻ്റെ വോളിയം 7 വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബീന ടീച്ചർ, തിരുവനന്തപുരം തിരുവല്ലം VHSS ഫോർ ഗേൾസിലെ അധ്യാപികയാണ്. കഴിഞ്ഞ 3 വീഡിയോ പോലെ തന്നെ ഇതിനകത്തും ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബേസിക്സ് നന്നായി അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു നോട്ട്ബുക്കും പേനയും ഉണ്ടെങ്കിൽ ചില പോയിന്റ്സ് പറയുമ്പോൾ അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇതിനകത്ത് കണ്ടൻസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്, യൂണിറ്റ്സ്, മെഷർമെൻറ്റ്സിൻ്റെ യൂണിറ്റ്സ്, പിന്നെ ചെയിൻ സർവേ, ലെവലിംഗ്, കോണ്ടൂർ, സൈറ്റ് പ്ലാൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റിയുള്ള ഏകദേശ ഐഡിയ, ഒരു ബേസിക് ഐഡിയ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പിന്നെ തുടങ്ങാം അല്ലേ? Surveying is the art of determining the relative positions of points on the surface of the earth, above the surface of the earth or beneath the surface of the earth by means of measurements of distances, direction and elevation. പല ഘട്ടത്തിലും നിങ്ങൾ സർവേ എന്ന വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൽ സർവേ എന്താണ് എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് സർവേയിങ്? ഒരു പോയിന്റ്സിൻ്റെ, വസ്തുക്കളുടെ റിലേറ്റീവ് പൊസിഷൻസ് നിർണ്ണയിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഏതിനെ ബേസ് ചെയ്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റ്സിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിന് വേണ്ടി അളവുകളുടെ സഹായത്തോടെ നമ്മൾ പെർഫോം ചെയ്യുന്നതാണ് സർവേ. അളവുകൾ, ഇതിൽ ഉപയോഗിക്കുന്ന അളവുകൾ ഏതൊക്കെയാണ്? ഡിസ്റ്റൻസസ്, ദൂരം, ഡയറക്ഷൻസ്, ദിശ, ആൻഡ് എലിവേഷൻ, ഹൈറ്റ്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റ്സിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിന് വേണ്ടി അളവുകളുടെ സഹായത്തോടെ ചെയ്യുന്ന ഒരു വർക്കാണ് എന്ത്? സർവേയിങ്. നെക്സ്റ്റ് ഇസ് ഓബ്ജക്റ്റ് ഓഫ് സർവേയിങ്. എന്തിനാണ് സർവേ ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ ഓർ മാപ്പ് ഓഫ് ഏരിയാസ്, ലേഔട്ട് ഓഫ് ദി അലൈൻമെന്റ് ഓഫ് റോഡ്സ്, റെയിൽവേസ്, ബ്രിഡ്ജസ്, റിസർവോയർസ് എക്സെട്ര. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എനി എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ്. ഏതൊരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാരംഭമായി നമ്മൾ സർവേയിങ് ചെയ്യേണ്ടതുണ്ട്. സർവേ ചെയ്യുന്നത് വഴി നമുക്ക് പ്ലാനോ മാപ്പോ ഒക്കെ തയ്യാറാക്കാൻ സാധിക്കും. പിന്നെ റോഡിൻ്റെ അലൈൻമെൻറ്റ്, റെയിൽവേ, ബ്രിഡ്ജസ്, റിസർവോയേഴ്സ് ഇവയുടെയൊക്കെ അലൈൻമെൻറ്റ് കണ്ടുപിടിക്കാനും നമുക്ക് സർവേ ഉപയോഗിക്കാം. ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ്സ്: ലീനിയർ മെഷർമെൻറ്റ്സ് ആൻഡ് ആംഗുലർ മെഷർമെൻറ്റ്സ്. സർവേക്കകത്ത് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന അളവുകൾ നമ്മൾ ലീനിയർ ആയിട്ട് എടുക്കും, ആംഗുലർ മെഷർമെൻറ്റ്സ് എടുക്കും. ലീനിയർ മെഷർമെൻറ്റ്സ് എന്നും ആംഗുലർ മെഷർമെൻറ്റ്സ് എന്നും പറയും. ലീനിയർ മെഷർമെൻറ്റ്സിനകത്ത് ഡിസ്റ്റൻസ് ആണ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും എല്ലാം മെഷർ ചെയ്യുന്നത് ലീനിയർ മെഷർമെൻറ്റ്സിൽ ആണ്. ദെൻ ആംഗിൾ മെഷർ ചെയ്യുന്നത്, കോണുകൾ അളക്കുന്നത്, ഹൊറിസോണ്ടൽ ആംഗിൾ, വെർട്ടിക്കൽ ആംഗിളൊക്കെ അളക്കുന്നത് ആംഗുലർ മെഷർമെൻറ്റ്സ് ആണ്. ദി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് ആർ: location of a point by measurement from 2 points of reference, then working from whole to part. സർവേയിൽ ഉപയോഗിക്കുന്ന 2 പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. എങ്ങനെ? 2 റെഫറൻസ് പോയിന്റുകൾ ബേസ് ചെയ്ത് ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. ഓരോന്ന് എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് ബൈ മെഷർമെൻറ്റ് ഫ്രം 2 points ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒരു ന്യൂ സ്റ്റേഷൻ നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തിരുന്ന 2 പോയിന്റ്സിനെ ബേസ് ചെയ്ത് ഒരു പുതിയ പോയിന്റ് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ലീനിയർ മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചോ ആംഗുലർ മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബോത്ത് ലീനിയർ ആൻഡ് ആംഗുലർ മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചോ നമുക്ക് 2 പോയിന്റ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമതൊരു പോയിന്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസിയാണ്, പുതിയൊരു സ്റ്റേഷൻ ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതാണ് ഒരു മെയിൻ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്നാണ്. അതായത്
ടോട്ടൽ ഏരിയ നമ്മൾ സർവേ ചെയ്യേണ്ടുന്ന ഒരു സ്ഥലം ടോട്ടൽ ഏരിയ ഇസ് ഡിവൈഡഡ് ഇൻറ്റു എ നമ്പർ ഓഫ് വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ്. These triangles are further divided into smaller triangles and survey is done. This principle helps to prevent accumulation of errors. മുഴുവനായ ഏരിയ ഹോൾ ഏരിയയെ നമ്മൾ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 30 ഡിഗ്രിയിൽ കുറഞ്ഞ ഒരു ആംഗിളോ 120യിൽ കൂടിയ ആംഗിളോ ഇല്ലാത്ത ത്രികോണങ്ങളെയാണ് നമ്മൾ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അല്ലാത്തവയെ ഇൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് എന്നാണ് പറയുന്നത്. വെറുതെ അറിഞ്ഞിരുന്നാൽ മതി. ഇതിൻ്റെ ഇടയിൽ വെൽ കണ്ടീഷൻഡ് എന്ന് വന്നതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ഏരിയ നമ്മൾ എന്ത് ചെയ്യും? വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ട്രയാങ്കിൾസിനെ ഇനി വീണ്ടും വീണ്ടും നമ്മൾ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെയാണ് സർവേ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എറേഴ്സ്, അക്യുമുലേഷൻ, എറേഴ്സ്, ഇങ്ങനെ തെറ്റുകൾ കൂടി കൂടി വരുന്നത്, അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടി വരിക, ചേർന്ന് വരിക, ആഡപ്പ് ചെയ്ത് വരിക. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്ന വഴി സാധിക്കും. ഇപ്പോൾ 2 തത്വങ്ങൾ എന്ന് പറയുന്നത് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ടും പിന്നെ 2 റെഫറൻസ് പോയിന്റ്സ് ഫിക്സ് ചെയ്തിരുന്ന 2 റെഫറൻസ് പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ അടുത്തൊരു പോയിന്റ് ഫിക്സ് ചെയ്യുന്നതുമാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ്. അടുത്തത് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, ഏരിയ, വോളിയം. ലെങ്ത് നീളം, ഏരിയ വിസ്തീർണം, വോളിയം വ്യാപ്തം. ലെങ്ത്തിന് സാധാരണ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് മില്ലിമീറ്റർ mm, സെന്റിമീറ്റർ cm, മീറ്റർ m, കിലോമീറ്റർ km. ഇത് നോട്ട് ചെയ്യണം കേട്ടോ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ച്, ഫുട്ട്, അടി എന്നുള്ള അളവുകളൊക്കെ യൂസ് ചെയ്ത് കേട്ടിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ നോർമലി ഇഞ്ചും ഫുട്ടും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ ആണ്. 1 ഫുട്ട് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് ചേരുമ്പോഴാണ് ഒരു അടിയാവുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കൺവേർഷൻസ് എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം. ഇത് ബേസിക്സ് ആണ്, എപ്പോഴും നമ്മൾ ഡ്രോയിങ്ങിനൊക്കെ വേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ജോമെട്രി ബോക്സിലുള്ള ചെറിയ സ്കെയിൽ എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ സ്കെയിലാണ്. എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അപ്പോൾ അതിനകത്ത് 1 മുതൽ 15 വരെയുള്ള മാർക്കിങ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ 10 ചെറിയ ചെറിയ ഡിവിഷൻസ് കാണാം. അപ്പം അതാണ് 1 സെൻറ്റിമീറ്ററിനെ നമ്മൾ 10 മില്ലിമീറ്റർ ആയിട്ടാണ് അതിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ. അതാണ് ആ ചെറിയ ചെറിയ ഡിവിഷൻസ് നിങ്ങൾ കാണുന്നത്. 30 സെൻറ്റിമീറ്റർ സ്കെയിലും ചിലർക്കൊക്കെ ഉണ്ടാവാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ വീട്ടിലുള്ള ടേപ്പ് ഉണ്ടാവും. ഈ നമ്മൾ മെഷീനൊക്കെ, തയ്യൽ മെഷീനിലൊക്കെ തുണി അളക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ടേപ്പ് ഉണ്ടല്ലോ, ആ ടേപ്പ് ഉണ്ടെങ്കിൽ അതും എടുത്തൊന്ന് നോക്കുക. നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ, ഡ്രാഫ്റ്റ്സ്മാൻ കോഴ്സിലെ കുട്ടികൾക്ക് ഈ അളവുകളെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. 1 മീറ്റർ എന്ന് നമ്മൾ കേട്ടാൽ അത് എത്ര വരുമെന്ന് നമുക്കൊന്ന് സങ്കല്പിക്കാൻ, വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. ഇപ്പോൾ സമയമുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്ന് വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ആ ടേപ്പൊക്കെ എടുത്ത് സ്കെയിൽ വെച്ച് ഒക്കെ ഒന്ന് മെഷർ ചെയ്ത് നിങ്ങളുടെ റൂമിൻ്റെ മെഷർമെൻറ്റോ നിങ്ങൾ ഉപയോഗിക്കുന്ന മേശയുടെ മെഷർമെൻറ്റ് അതൊക്കെ ഒന്ന് മെഷർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അളവുകളെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഇനി ഏരിയയുടെ യൂണിറ്റ്സ് ആണ്. ഏരിയയ്ക്ക് സാധാരണ നമ്മൾ സ്ക്വയർ മീറ്റർ എന്നും സ്ക്വയർ ഫീറ്റ് എന്നുമാണ് പറഞ്ഞു കേൾക്കുന്നത്. സ്ക്വയർ മീറ്റർ, സ്ക്വയർ ഫീറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്, ഒരു സ്ക്വയർ ഫുട്ട് എന്ന് പറയുന്നത് 0.0929 സ്ക്വയർ മീറ്റർ ആണ്. നമ്മൾ ഭൂമിയുടെ അളവ്, ലാൻഡിൻ്റെ അളവ് പറയുമ്പോൾ നമ്മൾ സെൻറ്റ് എന്ന വാക്ക്, ഏക്കർ എന്ന വാക്കൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഒരു സെൻറ്റ്? ഒരു സെൻറ്റ് എന്ന് പറയുന്നത് 40.468 സ്ക്വയർ മീറ്റർ ആണ്. അല്ലെങ്കിൽ ഒരു സെൻറ്റ് എന്ന് പറയുന്നത് 435.6 സ്ക്വയർ ഫീറ്റ് ആണ്. 100 സെൻറ്റ് ചേരുമ്പോഴാണ് നമ്മൾ 1 ഏക്കർ എന്ന് പറയുന്നത്. വോളിയൂമിന്, വ്യാപ്തത്തിന് നമ്മൾ ക്യൂബിക് മീറ്റർ ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഏരിയ കൺവേർഷൻസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം.
അപ്പോൾ ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് തരാം. 5 സെൻറ്റ് എത്ര സ്ക്വയർ മീറ്റർ? നോട്ട് ചെയ്തോളൂ. 5 സെൻറ്റ്സ് എത്ര സ്ക്വയർ മീറ്റർ? അത് തന്നെ എത്ര സ്ക്വയർ ഫീറ്റ്? ഇനി 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് എത്ര സ്ക്വയർ മീറ്റർ ഉണ്ടാവും? മീറ്റർ സ്ക്വയറിൽ എങ്ങനെയാക്കാം? ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഏരിയ ഈ ലെങ്ത് ഈ യൂണിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ കൺവേർഷൻസും ഒന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. സർവേയിങ് എന്താണെന്നൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ. ഇനിയിപ്പോൾ സർവേയിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പല രീതിയിൽ സർവേ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻസ്ട്രുമെൻസിനെ ബേസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിനെ ബേസ് ചെയ്തുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ചെയിൻ സർവേയിങ്. തീർച്ചയായും ചെയിൻ എന്ന ഇൻസ്ട്രുമെൻറ്റ് മുഖ്യമായി ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ചെയിൻ സർവേയിങ് എന്ന് വിളിക്കുന്നത്. എന്താണെന്ന് നോക്കാം. This is the simplest form of surveying. It's widely used in the measurement of land. Here no angular measurements are taken. ഏറ്റവും സിമ്പിളസ്റ്റ് ഫോം ഓഫ് സർവേയിങ് ആണ് ചെയിൻ സർവേ. പിന്നെ ലാൻഡ് മെഷർമെൻറ്റിനാണ് നമ്മളിത് വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ലീനിയർ മെഷർമെൻറ്റ്സും ആംഗുലർ മെഷർമെൻറ്റ്സും പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ. അതിനകത്ത് ആംഗുലർ മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നേയില്ല. ഉള്ളി ലീനിയർ മെഷർമെൻറ്റ്സ് മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ചെയിൻ സർവേ പെർഫോം ചെയ്യുന്നത്. Chain survey is conducted for measuring the areas, demarcating the boundaries, dividing the land into plots, preparing plan and map, etc. It is generally suitable for fairly level and open areas. ഏരിയ മെഷർ ചെയ്യാൻ ചെയിൻ സർവേയുടെ ഉപയോഗങ്ങൾ എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത്. ചെയിൻ സർവേ ഏരിയ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം. ബൗണ്ടറീസ് അതിരുകൾ ഡീമാർക്കേറ്റ് ചെയ്യാൻ, അതിരുകൾ കണ്ടുപിടിക്കാനോ ലൊക്കേറ്റ് ചെയ്യാനോ ഡീമാർക്കേറ്റ് ചെയ്യാനോ അതിരുകൾ തിരിക്കാനോ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ വലിയൊരു ലാൻഡിനെ, വിശാലമായി കിടക്കുന്ന ഒരു ലാൻഡിനെ പല പല പ്ലോട്ടുകളായിട്ട് തിരിക്കാനായി ഉപയോഗിക്കാം. പ്ലാനും മാപ്പും തയ്യാറാക്കാനായി ഉപയോഗിക്കാം. ഇതൊക്കെയാണ് മെയിൻ ഉപയോഗങ്ങൾ, മേജർ യൂസസ് ഓഫ് ചെയിൻ സർവേ. എവിടെയാണ് അനുയോജ്യം, ചെയിൻ സർവേ എവിടെയാണ് ചെയ്യാൻ അനുയോജ്യം എന്ന് ചോദിച്ചാൽ സാധാരണയായി ഓപ്പൺ ഏരിയാസിലും സാമാന്യം ലെവലായ ഏരിയാസിലുമാണ് നമ്മൾ ചെയിൻ സർവേ ഉപയോഗിക്കുക. ചെയിൻ സർവേയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ്: ചെയിൻ, ടേപ്പ്, ആരോസ് അഥവാ ചെയിൻ പിൻസ്, പെഗ്, ക്രോസ് സ്റ്റാഫ്, റേഞ്ചിങ് റോഡ്, ഓഫ്സെറ്റ് റോഡ്, പ്ലം ബോബ്. ഇതിൽ ചെയിനും ടേപ്പും ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നവയാണ് ചെയിനും ടേപ്പും. ആരോസ് അഥവാ ചെയിൻ പിൻസ് ഫോർ മാർക്കിംഗ് ദ എൻഡ് ഓഫ് ഈ ചെയിൻ ലെങ്ത്. ഓരോ ചെയിൻ ലെങ്ത് പൂർത്തിയാകുമ്പോഴും ആ എൻഡ് പോയിന്റുകൾ മാർക്ക് ചെയ്യാനാണ് ആരോസ് ഉപയോഗിക്കുന്നത്. അവയെ ചെയിൻ പിന്നുകൾ എന്ന് വിളിക്കും. പെഗ് ഫോർ മാർക്കിംഗ് സ്റ്റേഷൻസ് മാർക്ക് ചെയ്യാൻ പെഗ് ഉപയോഗിക്കും. ക്രോസ് സ്റ്റാഫ് ഫോർ സെറ്റിംഗ് ഔട്ട് റൈറ്റ് ആംഗിൾസ് ടു എ ചെയിൻ ലൈൻ. ഒരു ചെയിൻ ലൈന് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി മട്ടകോൺ സെറ്റ് ചെയ്യാൻ ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യും. റേഞ്ചിങ് റോഡ് ഫോർ റേഞ്ചിങ് ദ സ്ട്രെയിറ്റ് ലൈൻസിന് റേഞ്ചിങ്ങിലാണ് ഈ റേഞ്ചിങ് റോഡ് യൂസ് ചെയ്യുക. ഓഫ്സെറ്റ് റോഡ് ഫോർ മെഷറിംഗ് ഷോർട്ട് ഡിസ്റ്റൻസസ്. ചെറിയ ദൂരം ഷോർട്ട് ഡിസ്റ്റൻസസ് ഓഫ്സെറ്റ്സ് മെഷർ ചെയ്യാനാണ് ഓഫ്സെറ്റ് റോഡ് യൂസ് ചെയ്യുന്നത്. പ്ലം ബോബ് ഫോർ ട്രാൻസ്ഫറിംഗ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ചെയിൻ ടു ദി ഗ്രൗണ്ട് വൈൽ ചെയിനിങ് പെർഫോം ചെയ്യുമ്പോൾ ചെയിനിൻ്റെ എൻഡ് പോയിന്റുകൾ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, നമ്മൾ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിലൊക്കെ സർവേ ചെയ്യുമ്പോൾ എൻഡ് പോയിന്റുകൾ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലം ബോബ്. നെക്സ്റ്റ് ടോപ്പിക് ലെവലിംഗ് ആണ്. ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദി ആർട്ട് ഓഫ് ഫൈൻഡിങ് ദ റിലേറ്റീവ് ഹൈറ്റ് ആൻഡ് ഡെപ്ത് ഓഫ് ദി ഓബ്ജെക്ട്സ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. ഇറ്റ് ഡീൽസ് വിത്ത് മെഷർമെൻറ്റ്സ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ എർത്തിൻ്റെ ഉപരിതലത്തിൽ സർഫസിലുള്ള ഓബ്ജക്ട്സിൻ്റെ റിലേറ്റീവ് ഹൈറ്റോ ഡെപ്തോ കണ്ടുപിടിക്കുന്നതാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. ലെവലിങ്ങിനകത്ത് സാധാരണ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കുക. ഈ ഹൈറ്റും ഡെപ്തുമാണ് നമ്മൾ റിലേറ്റീവ് ഹൈറ്റോ ഡെപ്തോ ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇനി ലെവലിങ്ങിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ലെവലും ലെവലിംഗ് സ്റ്റാഫുമാണ്. ലെവൽ എന്ന് പറയുന്നത് ഡംപി ലെവൽ, വൈ ലെവൽ, റിവേഴ്സിബിൾ ലെവൽ, ടിൽറ്റിംഗ് ലെവൽ, ഓട്ടോമാറ്റിക് ലെവൽ, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ലെവൽസ് ഉണ്ട്. ലെവലിംഗ് സ്റ്റാഫ്
സാധാരണ 4 മീറ്റർ നീളമാണുള്ളത്. ഫിഗറിനകത്ത് ലെവലും ലെവലിംഗ് സ്റ്റാഫുമാണ് കാണിച്ചിരിക്കുന്നത്. ഈ ലെവലിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് ഡേറ്റം സർഫസ്, റെഡ്യൂസ് ലെവൽ RL, ബെഞ്ച് മാർക്ക് BM. ഡേറ്റം സർഫസ് എന്ന് പറയുന്നത് it is any arbitrarily assumed level surface from which vertical distances are measured. The mean sea level is a convenient datum used. നമ്മൾ vertical distance measure ചെയ്യാനായി നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു ലെവൽ സർഫസിനെയാണ് ഡേറ്റം സർഫസ് എന്ന് പറയുന്നത്. സാധാരണയായി മീൻ സീ ലെവലാണ് നമ്മൾ ഡേറ്റമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി റെഡ്യൂസ് ലെവൽ RL എന്ന് പറഞ്ഞാൽ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് എബവ് ഓർ ബിലോ ദി ഡേറ്റം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എലിവേഷൻ. ഇപ്പോൾ ഒരു ഡേറ്റത്തിൽ നിന്നാണ് നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആക്ച്വലി ആ ഡേറ്റത്തിൽ നിന്ന് മുകളിലോട്ടോ അല്ലെങ്കിൽ ബിലോ, എബവ് ഓർ ബിലോ, ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എലിവേഷൻ എന്നും പറയും. ബെഞ്ച് മാർക്ക്, ഫിക്സഡ് റെഫറൻസ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. നമുക്ക് എലിവേഷൻ അറിയാവുന്ന ഒരു ഫിക്സഡ് റെഫറൻസ് പോയിന്റ് ആണ് ബെഞ്ച് മാർക്ക്. സോ അസ്യൂം ചെയ്യുന്ന ഒരു ലെവൽ സർഫസ് ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു ലെവൽ സർഫസ് ആണ് ഡേറ്റം. ആ ഡേറ്റം സാധാരണ മീൻ സീ ലെവലാണ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മളിപ്പോൾ മുംബൈയിലെ മീൻ സീ ലെവലാണ് നമ്മൾ ഇന്ത്യയിലെ ഡേറ്റമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത് ഈ ഡേറ്റത്തിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ, എബവ് ഓർ ബിലോ ഡേറ്റത്തിൽ എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് നോക്കുന്നതാണ്. അതിന് എലിവേഷൻ എന്നും പറയും. അതാണ് റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത്. ഇനി എലിവേഷൻ അറിയാവുന്ന ഒരു ഫിക്സഡ് റെഫറൻസ് പോയിന്റിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. പഠിക്കേണ്ടുന്ന അടുത്ത ടോപ്പിക് കോണ്ടൂർ ആണ്. കോണ്ടൂർ ഇസ് an imaginary line on the ground joining the points of equal elevation. ഈക്വൽ എലിവേഷൻ, തുല്യ എലിവേഷനുള്ള പോയിന്റ്സിനെ, ഗ്രൗണ്ടിലുള്ള പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ കോണ്ടൂർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ ഓൺ ദി ഗ്രൗണ്ട് ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. ഈക്വൽ എലിവേഷന് സ്ഥിതി ചെയ്യുന്ന ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. അങ്ങനെ സ്ഥിതി ചെയ്യുന്ന പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനിനെയാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ ലൈൻ ഓൺ ദി മാപ്പ് റെപ്രസെൻറ്റിങ് എ കോണ്ടൂർ. ഇപ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്പിൽ എർത്തിൻ്റെ ഫീച്ചേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലൈനുകളാണ് എന്ത് ലൈനുകൾ? കോണ്ടൂർ ലൈനുകൾ. ഇനി അടുത്തടുത്തുള്ള രണ്ട് കോണ്ടൂറുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. കോണ്ടൂർ ഇൻ്റർവെൽ ഇസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്. ഒരു മാപ്പിൽ കോണ്ടൂർ ഇൻ്റർവെൽ സാധാരണ കോൺസ്റ്റൻ്റ് ആയിരിക്കും. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും. ഇപ്പോൾ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓൺ 2 കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്. രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർസിലുള്ള തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോണ്ടൂറിനകത്ത് ഫെമിലിയർ ആവുന്ന ടേംസ് എന്തൊക്കെയാണ്? വാട്ട് ഇസ് എ കോണ്ടൂർ, കോണ്ടൂർ എന്താണെന്ന് മനസ്സിലാക്കണം, കോണ്ടൂർ ലൈൻ എന്താണ്, കോണ്ടൂർ ഇൻ്റർവെൽ, ഹൊറിസോണ്ടൽ ഇക്വലൻ്റ്, ഇത്രയും കാര്യങ്ങളാണ് കോണ്ടൂറിനകത്ത് മനസ്സിലാക്കേണ്ടത്. ബാക്കി നമുക്ക് പ്രാക്ടിക്കലിൽ കോണ്ടൂറിങ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആവാം. ഓക്കെ. ഒരു ഡ്രാഫ്റ്റ്സ്മാൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു സിവിൽ എഞ്ചിനീയർക്ക് അറിയേണ്ടുന്ന ഒരു കാര്യമാണ് സൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. സൈറ്റ് പ്ലാൻ എന്താണെന്ന് നോക്കാം. ദ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ദി പ്ലോട്ട് വിത്ത് ദി നെസസറി സറൗണ്ടിങ് ഡേറ്റ ഇസ് കോൾഡ് എ സൈറ്റ് പ്ലാൻ. ദി ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ദി പ്ലോട്ട്, ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ, എന്തും കൂടി ചേർത്ത് നെസസറി സറൗണ്ടിങ് ഡേറ്റ, ചുറ്റുമുള്ള ഡേറ്റയും കൂടി ചേർത്തുള്ള ഒരു ഡീറ്റെയിൽ പ്ലാൻ, പ്ലോട്ടിൻ്റെ ഒരു ഡീറ്റെയിൽ പ്ലാനിനാണ് നമ്മൾ സൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. സൈറ്റ് പ്ലാനിനകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്ന് നോക്കാം. എന്തൊക്കെ വേണം? ബൗണ്ടറീസ് ഓഫ് ദി പ്ലോട്ട് വിത്ത് റവന്യൂ ആൻഡ് സർവേ പെർട്ടിക്കുലേഴ്സ്,
Position of the site in relation to the neighboring streets with its main axis, details of streets with name, width, etc., all existing structures in the plot, north direction, layout of the proposed building, topographic contours. ആദ്യത്തേത് ബൗണ്ടറീസ് ഓഫ് ദി പ്ലോട്ടാണ്. പ്ലോട്ടിൻ്റെ ബൗണ്ടറീസ്, റവന്യൂ ഡീറ്റെയിൽസും സർവേ ഡീറ്റെയിൽസും എല്ലാം ചേർത്ത് കൊണ്ടുള്ള ബൗണ്ടറീസ്, പ്ലോട്ടിൻ്റെ ബൗണ്ടറീസ് ഉണ്ടാവണം. ഇപ്പോൾ സർവേ നമ്പർ ഉണ്ടാവണം. പിന്നെ റവന്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ വില്ലേജ്, താലൂക്ക്, ഡിസ്ട്രിക്റ്റ് ഒക്കെ അത് ചേർന്നതാണ്. അതൊക്കെ ഉണ്ടാവണം. ദെൻ പൊസിഷൻ ഓഫ് ദ സൈറ്റ് ഇൻ റിലേഷൻ ടു ദി നെയ്ബറിംഗ് സ്ട്രീറ്റ്സ് വിത്ത് ഇറ്റ്സ് മെയിൻ ആക്സസ്. ആ സൈറ്റിന് തൊട്ടടുത്തുള്ള സ്ട്രീറ്റുകൾ, റോഡുകൾ അതൊക്കെ ഉണ്ടാവണം. പിന്നെ ഏത് വഴിയാണ് നമ്മൾ ആ സൈറ്റിലേക്ക് പ്രവേശിക്കുക എന്നുള്ള മെയിൻ ആക്സസ് ഏതാണെന്നുള്ളത് കാണിച്ചിരിക്കണം. പിന്നെ സ്ട്രീറ്റിൻ്റെ പേരുകൾ, അതിൻ്റെ വിഡ്ത്ത് ഒക്കെ വേണം. ദെൻ സ്ട്രക്ചറിലുള്ള എല്ലാ എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സും നമ്മൾ കാണിച്ചിരിക്കണം. നിലവിലുള്ള എല്ലാ സ്ട്രക്ചേഴ്സും ആ സൈറ്റിൽ, ആ പ്ലോട്ടിനകത്ത് എന്തെല്ലാം സ്ട്രക്ചേഴ്സ് ഉണ്ടോ അതെല്ലാം കാണിച്ചിരിക്കണം. പിന്നെ നോർത്ത് ഡയറക്ഷൻ ഏതാണെന്ന് കാണിച്ചിരിക്കണം. പിന്നെ ആ പ്ലോട്ടിനകത്ത് ലേ ഔട്ട്, ആ പ്രൊപ്പോസ് ബിൽഡിംഗ്, നിങ്ങൾ പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടം ആ പ്ലോട്ടിനകത്ത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് അതിൻ്റെ ലേ ഔട്ട് ഒന്ന് കാണിച്ചിരിക്കണം. ദെൻ ടോപ്പോഗ്രാഫിക് കോണ്ടൂർസും കാണിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും ഒരു സൈറ്റ് പ്ലാനിനകത്ത് ഉണ്ടാവണം. The site plan is an important document to be submitted to the concerned authorities to obtain sanction for construction. The prevailing building rules and bylaws are to be considered while preparing a site plan. ഓരോ കാലാകാലങ്ങളിൽ ഓരോ ബിൽഡിംഗ് റൂൾസും ബിൽഡിംഗ് ബൈലോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം, അതൊക്കെ കൺസിഡർ ചെയ്ത് വേണം. അതായത് എത്ര ഗ്യാപ്പ്, ഫ്രണ്ടേജ് ഒക്കെ എത്ര ഉണ്ടാവണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതൊക്കെ ബിൽഡിംഗ് റൂൾസും ബിൽഡിംഗ് ബൈലോസും അനുസരിച്ച് വേണം നമ്മളൊരു സൈറ്റ് പ്ലാൻ തയ്യാറാക്കാൻ. പിന്നെ ഈ നമ്മൾ അതോറിറ്റീസിന് സാങ്ഷന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടുന്ന പല ഡോക്യുമെൻസിൻ്റെ കൂടെ അത്യാവശ്യം വേണ്ടുന്ന ഒരു ഡോക്യുമെൻ്റാണ് സൈറ്റ് പ്ലാൻ. ഇപ്പോൾ ഫിഗറിനകത്ത് ഒരു സൈറ്റ് പ്ലാൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കുക കേട്ടോ. എന്തെല്ലാം ഡീറ്റെയിൽസ്, ഈ പറഞ്ഞ ഡീറ്റെയിൽസ് പലതും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നോക്കാൻ ശ്രമിക്കുക, എന്തൊക്കെയാണെന്ന് നോക്കുക. ഇന്ന് ഞാൻ കവർ ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് നീളത്തിൻ്റെ അളവുകൾ, മീറ്റർ, സെൻറ്റിമീറ്റർ, ഇഞ്ച്, ഫൂട്ട്, ഇതിൻ്റെയൊക്കെ കൺവേർഷൻസ് ഒന്ന് പഠിക്കുക എല്ലാവരും. നിങ്ങളുടെ ഹൈറ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കൂ കേട്ടോ. എത്രയുണ്ടെന്ന് അറിയാമല്ലോ. ഇഞ്ചിലും അടിയിലും പിന്നെ മീറ്ററിലും ഒക്കെ ആക്കി നോക്കൂ, സെൻറ്റിമീറ്ററിലൊക്കെ ചെയ്ത് നോക്കൂ. പിന്നെ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ ഡോറ്, വിൻഡോ, റൂമിൻ്റെ നീളം, വീതി ഇതൊക്കെ ഒന്ന് മെഷർ ചെയ്ത് ജസ്റ്റ് ഒരു അസൈൻമെൻറ്റ്, ഒരു ഹോംവർക്ക് പോലെ ടീച്ചേഴ്സിൽ നിന്ന് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് യൂണിറ്റ്സ് നീളത്തിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് ക്ലിയറായി വരും. നമുക്ക് അറിയാൻ പറ്റും ഒരു 5 മീറ്റർ നീളമെന്ന് പറഞ്ഞാൽ അത് എത്ര വരും എന്നൊക്കെ നമുക്ക് മനസ്സിലൊന്ന് ഊഹിക്കാൻ, വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. All of you stay safe, stay healthy. Thank you.